ഇന്നെ പറ്റിയിട്ട് ഞാനല്ലേ ഡ്രഗ് ഡീലർ, ഡ്രഗ് സെയിലർ, പിന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ ഞാനല്ലേ. ഞാൻ തയ്യാറാണ്, അവരെന്തുകൊണ്ട് തയ്യാറാവണില്ല? അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ട് വരാം, ഞാൻ ഡ്രഗ് യൂസ് ചെയ്യണേ, ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് സ്റ്റോറി ഇട്ട് പറയാം. ഞാൻ കറക്റ്റ് ഇത്രയും കാലം ഈ പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഇവരൊക്കെ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പലതും കൊണ്ടുവന്നിക്കണം. ഇത്രയും കാലമായിട്ട് ഞാൻ അവർക്ക് ദ്രോഹം ചെയ്യാനോ അവരായിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കണം എന്തിനാ? എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ചാനലിൽ ഇടുന്ന 1 രൂപ ഞാൻ അതിന് എപ്പോഴും പറഞ്ഞു, ഒരു ചാനൽ അവൾക്ക് ക്യാഷ് അല്ല ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അവളിത് ഓഫായിട്ട് വീഡിയോ ചെയ്യട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാൻ അവൾക്ക് ഫുഡ് വാരി കൊടുക്കണേ. ഇത് ഓളാ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഇത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് ഇത് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആരെ ഫുഡ് വാങ്ങി തന്ന് വാരി. സീക്രട്ട് ഏജന്റ് താങ്കളുടെ ബന്ധു എന്നുള്ള പേരിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു വോയിസ് പുറത്തുവിട്ടുണ്ട്. എൻ്റെ ബന്ധു? താങ്കളുടെ ബന്ധുവാണെന്നാണ് പറയുന്നത്. എൻ്റെ ഏത് ബന്ധു? ഇത് എൻ്റെ അളാപ്പയാണ്, എൻ്റെ സ്വന്തം അളാപ്പയാണ്. എൻ്റെ അളാപ്പയാണ് ഇപ്പോൾ എനിക്ക് ഇത് വിട്ടുന്നിട്ടുള്ളത്. ഇത് ഇന്നലെ രാത്രി ടൈം നോക്കിയാൽ ആ വോയിസിൽ കേൾക്കുന്ന ആളുടെ ശബ്ദം എളാപ്പയ്ക്ക് അറിയില്ല. എളാപ്പയ്ക്ക് അറിയില്ല. എളാപ്പ എന്ന് പറഞ്ഞിട്ട് അവള് വീഡിയോ ഇടണേ. സീക്രട്ട് ഏജന്റിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ വയനാട്ടിൽ ഏത് താത്തയായിട്ട് റിലേഷനിൽ കാണിച്ചു തരണം? ഒന്നാമത്തെ കേസ്, ഏത് താത്തയായിട്ടുള്ള റിലേഷൻ ആണെന്ന് കാണിച്ചു തരണം. രണ്ടാമത്തെ കേസ്, എൻ്റെ നാട്ടിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ആരെങ്കിലും സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുപോയോ? ഈ ഡ്രഗിൻ്റെ ഇതിൽ ഞാൻ മുൻപ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു ഡ്രഗിൻ്റെ കേസിൽ. ഇവർ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന്. ഇവരെന്ത് വരാത്തത്? പേടിയാണോ? ആരും ഇവർ പേടിക്കണേ? ഞാൻ തയ്യാറാണ്. ഇന്നെ പറ്റിയിട്ട് ഞാനല്ലേ ഡ്രഗ് ഡീലർ, ഡ്രഗ് സെയിലർ, പിന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ ഞാനല്ലേ. ഞാൻ തയ്യാറാണ്, അവരെന്തുകൊണ്ട് തയ്യാറാവണില്ല? എന്തുകൊണ്ട് തയ്യാറാണ്? അവൾ ഡയറി, പേഴ്സണൽ ഡയറിയിൽ അടക്കം കണ്ട് ജോയിൻ്റ് അടിക്കണ്ടേന്ന്. അവൾ തയ്യാറാവില്ല, വരൂല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ട് വരാം, ഞാൻ ഡ്രഗ് യൂസ് ചെയ്യണേ, ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് സ്റ്റോറി ഇട്ട് പറയാം. ഞാൻ കറക്റ്റ് ഡോക്ടറെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കറക്റ്റ് ടൈമും കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ട് ഞാൻ പറയാം എന്നാ വരണ്ടേന്ന്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സെറ്റാക്കിയിട്ട് എന്നാ വരേണ്ടതെന്ന് ഞാൻ പറയാം. 1 രൂപ ടോക്കൺ ചാർജും ടെസ്റ്റിംഗ് ചാർജും ഒരു തേങ്ങയും കൊടുക്കേണ്ട ഓള്. ഒന്ന് വന്നാൽ മതി. ഓനും വരണം, ഓളും വരണം, മൈനാസും വരണം. എന്തുകൊണ്ട് വരുന്നില്ല? ആരും ഇവള് പേടിക്കണേ? ഇവള് കരഞ്ഞാണ്ട് വീടിടും. ഇവള് ഇതിന് മുൻപും കരഞ്ഞാണ്ട് വീടിട്ടിരുന്നു. ആൾക്കാർ ആ സെൻറ്റിമെൻറ്റ്സിൽ വീഴും. ഇത്രയും കാലം ഈ പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഇവരൊക്കെ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പലതും കൊണ്ടുവന്നിക്കണം. ഇത്രയും കാലമായിട്ട് ഞാൻ അവർക്ക് ദ്രോഹം ചെയ്യാനോ അവരായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തേക്കും ഞാൻ അവരെ തലയിടാനൊന്നും പോയിട്ടില്ല. ഞാൻ അവനോട് വ്യക്തമായിട്ട് അവനൊരു ജെന്യുവൻ ആയിട്ടുള്ള ഭാഗം കേട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു, 2 പേര് ഭാഗം കേൾക്കും. 2 പേർക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വീഡിയോ ചെയ്യാൻ പാടുണ്ടോ? അപ്പം ഞാൻ അവനോട് വ്യക്തമായിട്ട് വന്ന് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഞാൻ അവനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ വീഡിയോ ചെയ്തു. ഞാൻ എന്നിട്ട് അവനെ കോൺടാക്ട് ചെയ്യാനോ അവനോ തെറി വിളിക്കാനോ അല്ലെങ്കിൽ മോശപ്പെട്ട മെസ്സേജ് അയക്കാനോ ഒന്നും ഞാൻ അവനക്ക് പോയിട്ടില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായി പോകുന്നു. ഇപ്പോൾ ഫസ്മിനെ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ മെഹനാസ് വീഡിയോ ചെയ്യുന്നു, സഫ വീഡിയോ ചെയ്യുന്നു, ഇപ്പോൾ താങ്കൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. ഒരു കലുഷിതമായ വിഷയം. ഞാൻ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ക്യാഷിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്തിനാ? എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ചാനലിൽ ഇടുന്ന 1 രൂപ ഞാൻ ഇതിന് എപ്പോഴും പറഞ്ഞു, ഒരു ചാനലിൽ നിന്ന് 1 രൂപ നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, ഇതിന് മുൻപ് കൊടുത്ത 2 ഇൻ്റർവ്യൂവിലും ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ടില്ല. ഒരു ട്രാവൽ എക്സ്പെൻസ് പോലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് അവൾക്ക് ഇന്നെ കുറിച്ച് എക്സ്പോസ്, ഞാൻ ഒറ്റ കാര്യം എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളി. അവൾ ഇന്നെ കുറച്ച് വീഡിയോ ചെയ്തോട്ടെ. അവൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ മോൺസ്ട്രേഷൻ അങ്ങനത്തെ ഒരു സംഭവമല്ലേ, മോണിറ്റൈസേഷൻ, അത് ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ അവൾ തയ്യാറാണോ? തയ്യാറാണോ? അവൾ ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യട്ടെ. അവൾ ഇന്നെ കുറിച്ച് വീഡിയോ ഇട്ടാണ്ട് പോട്ടെ. അത് ഓഫാക്കിയിട്ട് ഇന്നെ കുറിച്ച് വീഡിയോ ഇട്ടാണ്ട് പോട്ടെ. എന്തുകൊണ്ട് തയ്യാറാവണില്ല? എന്നെ എക്സ്പോസ് ചെയ്യാനുള്ള ഉദ്ദേശം വെച്ച് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ കാരണത്താലാണ് അവളുടെ ലൈഫ് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനം ഓഫാക്കിയിട്ട് അവൾ വീഡിയോ ചെയ്യണില്ല? അവൾക്ക് ക്യാഷ് അല്ല ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അവൾ ഇത് ഓഫാക്കിയിട്ട് വീഡിയോ ചെയ്യട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പറ്റൂല, ചെയ്യാൻ പറ്റൂല. അവൾക്ക് തമാശ വരെയില്ല, ചിരിക്കണ എന്തുകൊണ്ടറിയോ? അവൾക്ക് അത് ചെയ്യാൻ പറ്റൂല. ഓളെ എല്ലാ വീഡിയോ ഇടുന്ന ടൈമിൽ അങ്ങനെ ഓഫാക്കിയിട്ട് അവൾ വീഡിയോ ചെയ്തിട്ട് 4 ആളെ മുൻപിൽ വന്നിട്ട് ലൈവായിട്ട് എല്ലാ പ്രാവശ്യം വീഡിയോ ഇട്ടതിന് ശേഷം ലൈവിൽ വന്നിട്ട് അവൾ കാണിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ട് ലൈവിൽ ഒന്ന് കാണിക്കട്ടെ, ഇതാട്ടോ ഞാൻ അത് ഓഫാക്കിയാണ്. യൂട്യൂബ് ചാനലിൽ കറക്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവൾ കാണിക്കട്ടെ, ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് കാണിക്കട്ടെ. അല്ലെ സ്ക്രീൻഷോട്ട് ഒന്നുമല്ല, കറക്റ്റ് ഇങ്ങനെ കാണിക്കണം. അവൾ എൻ്റെ കൂടെയുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ യൂട്യൂബ് എന്ന് പറഞ്ഞത്. അവൾ ഡിലീറ്റ് ചെയ്യാതെ യൂട്യൂബിൽ എന്താ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് പറയാണ്ട് അർച്ചിൽ കയറ്റി വെച്ചിക്കണം.
സ്നാപ്പിൽ എൻ്റെ കൂടെയുള്ള വീഡിയോസ് ഉണ്ട്. ഇപ്പോഴും സ്നാപ്പത്തെ വീഡിയോസ് എൻ്റെ കൂടെയുള്ള വീഡിയോസ് കളഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചില്ല. അവൾക്ക് ഫുഡ് വാരി കൊടുത്ത് കണക്കൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്. അവളെ സ്നാപ്പിൽ തന്നെ അവൾ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവളെ സ്നാപ്പിൽ തന്നെ അവൾ തന്നെ വീഡിയോ ഇട്ടിരിക്കണം. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡൊക്കെ എടുക്കുന്ന ടൈമിൽ കണ്ടിട്ട് ഇത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് ഇത് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആരെ ഫുഡ് വാരി തന്നുകൊണ്ട് ഞാൻ ഫുഡ് നീ എനിക്ക് ഫുഡ് വാരി തന്നിട്ടില്ല, ഞാൻ നിനക്ക് വാരി തന്നിട്ടുള്ളൂ എന്നിട്ട് ഞാൻ ഇത് എടുത്തിട്ട് ഞാൻ സ്റ്റോറി ഇടാൻ ഒന്നിനും പോയിട്ടില്ല. കാരണം ഞാൻ ഓൾ എനിക്ക് വാരി തന്നിട്ട് ഞാൻ ഓൾക്ക് വാരി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും സമൂഹത്തിന് മുൻപിൽ പറഞ്ഞ കാര്യമാണത്. അവന് ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ അവൻ എനിക്ക് ടൗലെടുത്ത് തന്ന്, അവൻ്റെ ഡ്രസ്സ് അങ്ങോട്ട് എടുത്തന്ന്. ഇതൊക്കെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ, അതുകൊണ്ട് മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹാപ്പി ആയിട്ട് ജീവിതം, ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോണ്ടിൽ അടിച്ചു പൊളിച്ച് പോകണം എന്നൊരു സംഭവമാണ് മാരേജ് ചെയ്യേണ്ടത്. ഇത് ഇവിടെ ഒരു നിലക്കുള്ള ക്യാരക്ടറും മാറ്റില്ല. ക്യാരക്ടർ പതിയെ മാറ്റാൻ നിൽക്കുക. ഡ്രഗ് ഉപയോഗം, പിന്നെ ഈ അവീത, ഇതൊന്നും മാറ്റാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മളെന്താ ഇതാക്കാം. പിന്നെ ഈ ജോബ് പറഞ്ഞില്ല ചെക്കൻ്റെ പേര്, ജിം ട്രെയിനർ, ഓനെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇനിയും ബ്ലോക്ക് ചെയ്തിക്കണേ, ഫസ്മിനെ എന്നെ ബ്ലോക്ക് ചെയ്തിക്കണേ. എനിക്ക് അവരെ അക്കൗണ്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വേറെ അക്കൗണ്ട് ഇല്ല. എൻ്റെ അടുത്ത് ആകെയുള്ള അക്കൗണ്ട് ആണ് ഈ 2 അക്കൗണ്ടാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. ഇത് സീക്രട്ട് ഏജൻറ്റ് നമ്മൾ കൺക്ലൂഷൻ ചെയ്യണം. അപ്പോൾ അവസാനമായിട്ട് ചോദിക്കണം, സീക്രട്ട് ഏജൻറ്റ് താങ്കളുടെ ബന്ധു എന്നുള്ള പേരിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു വോയിസ് പുറത്തുവിട്ടുണ്ട്. എൻ്റെ ബന്ധു? താങ്കളുടെ ബന്ധുവാണെന്നാണ് പറയുന്നത്. എൻ്റെ എളാപ്പ എനിക്ക് മെസ്സേജ് അയച്ചാണിത്. ഇന്നലെ മെസ്സേജ് അയച്ചാണ്. ഈ വീഡിയോക്ക് വേണ്ടി ചിത്രീകരിച്ച് കഴിഞ്ഞ് പറയല്ലോ. നിങ്ങളിപ്പോൾ രാവിലെ വന്നിട്ടില്ലേ? നോക്കട്ടെ ചാറ്റ്. ഇതാ എൻ്റെ എളാപ്പയാണിത്. എൻ്റെ എളാപ്പ മെസ്സേജ് അയച്ചാണ്. ഇതിൽ പറയുന്ന വോയിസ് ആരുടെയാണ്? ഞാൻ പറഞ്ഞു ഏത് വോയിസ്? നിങ്ങളെ വോയിസ് ആണോ ചോദിച്ചു. നോ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അത് വേറെ ആർക്കല്ല, അത് ഓളെന്നെ ആരൊക്കെ കൊണ്ട് വോയിസ് ഇടിപ്പിക്കണം, അല്ലാതെ എന്റെ പിന്നെ റിലേറ്റീവിന്റെ വോയിസ് ഒന്നല്ല. ഇത് എൻ്റെ എളാപ്പയാണ്, എൻ്റെ സ്വന്തം എളാപ്പയാണ്. എൻ്റെ എളാപ്പയാണ് ഇപ്പോ എനിക്ക് ഇത് വിട്ടുന്നിട്ടുള്ളത്. ഇത് ഇന്നലെ രാത്രി ടൈം നോക്കിയാലോ. ആ വോയിസിൽ കേൾക്കുന്ന ആളുടെ ശബ്ദം എളാപ്പയ്ക്ക് അറിയില്ല. എളാപ്പയ്ക്ക് അറിയില്ല. എളാപ്പ എന്ന് പറഞ്ഞിട്ട് അവള് വീഡിയോ ഇടണേ. അങ്ങനെയല്ല, ഞാൻ ഈ വോയിസ് എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് ഒരു വോയിസ് താങ്കളുടെ ബന്ധു, അടുത്ത ബന്ധു എന്ന് പറയുന്ന പേരിൽ ഒരു വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഗൾഫിൽ 5-6 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നും അത് സത്യമല്ല, താങ്കൾ 6 മാസത്തിൻ്റെ അടുത്ത് മാത്രമാണ് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ വീട്ടിൽ താങ്കളെ വലിയ മതിപ്പില്ലാത്ത, താങ്കളുടെ വീട്ടിലും നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ താങ്കൾക്ക് വയനാടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു താത്തയായിട്ടുള്ള അവിഹിത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതുകൂടാതെ താങ്കൾക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാരണം അവിടെ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു മോശം റിലേഷൻഷിപ്പ് ഉണ്ടായതിൻ്റെ പേരിലാണ് താങ്കൾ തിരിച്ചു വന്നത് എന്നാണ് വോയിസ് ക്ലിപ്പിൽ പല വോയിസിലായിട്ട് പറയുന്നത്. ഞാൻ സീക്രട്ട് ഏജന്റിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ വയനാട്ടിൽ ഏത് താത്തയായിട്ട് റിലേഷനിലൊന്ന് കാണിച്ചു തരണം. ഒന്നാമത്തെ കേസ്, ഏത് താത്തയായിട്ടുള്ള റിലേഷൻ ആണെന്നൊന്ന് കാണിച്ചു തരണം. രണ്ടാമത്തെ കേസ് വേറെന്താ പറഞ്ഞത്? താങ്കൾ 6 വർഷം ഞാൻ 2019 ഗൾഫ് പോയിട്ട് 2024 ഗൾഫിൽ നിന്ന് വരുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫ് എൻ്റെ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കമ്പനി സീല്. ജോലി ചെയ്യുമ്പോൾ 2 വർഷം കൂടുമ്പോൾ എംറൈ സൈഡിൽ നമ്മൾ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് വെക്കും. ലൈക്ക് 1 വർഷം കൂടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഞാൻ 3 വർഷം തുടർച്ചയായിട്ട് അവിടെ നിന്ന ആളാണ്. എൻ്റെ നാട്ടുകാർക്ക് പറയാം, എൻ്റെ നാട്ടിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ആരെങ്കിലും സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുപോയോ, ഞാൻ നാട്ടിൽ നാട്ടിൽ ആർക്കെങ്കിലും ഒരു ഉപദ്രവം, നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപദ്രവമോ എന്തെങ്കിലും മോഷണോ, നാട്ടിൽ എന്തെങ്കിലും മോഷണോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലത്തെ ഒരാളായിട്ട് സീക്രട്ട് ഏജൻറ്റ് ഒന്ന് വീഡിയോ ആയിട്ട് വരണം. ഒരു ചെയർ ഇട്ടിട്ട് അവനെ എടുത്തിട്ട് ഒന്ന് പറയിപ്പിക്കണം. ഞാൻ ഇതുവരെ എൻ്റെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ 18-ാം വയസ്സിലും ഗൾഫ് കയറിയ ആളാണ് ഞാൻ. പിന്നെ വരുന്ന 23-ാം വയസ്സിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറിയിട്ട് പിന്നെ 24-ാം വയസ്സിൽ വന്നിട്ട് ഫസ്മിനെ കല്യാണം കഴിച്ച്. പിന്നെ നാട്ടുകാർക്ക് എന്ത് ബുദ്ധിമുട്ട് ഞാൻ കാരണത്തിൽ ഉണ്ടാക്കിയാണ്. താങ്കൾ ഗൾഫിൽ പോയിട്ട് എന്ത് ജോലി ചെയ്തിരുന്നു? ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിലായിരുന്നു. ഉപ്പ ഒരു പച്ചക്കറി ഷോപ്പായിരുന്നു, അബുദാബി മീന മാർക്കറ്റിലായിരുന്നു. അവിടെ പോയിട്ട് ആർക്കും വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാം. ഉപ്പാൻ്റെ പാർട്ട്ണറും പാടി 2 പാർട്ട്ണറും പാടിയും കൂടിയിട്ടുള്ള ഒരു ഷോപ്പ്, ഒരു മാർക്കറ്റിൽ ഒരു മീന പോർട്ടലിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ടൈമിൽ ഉപ്പാൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു 1 മന്തിൽ 4-5 അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 4 വർഷം തുടർച്ചയായിട്ട് ഇടയ്ക്ക് ലീവ്, കാരണം എൻ്റെ ഉപ്പാൻ്റെ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ലീവാക്കലുണ്ട്. ആ ലീവാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ ഗൾഫിൽ പോയി വാപ്പ മോനെന്നുള്ള ബന്ധമൊന്നുമില്ല. ലീവാക്കി ജോലിക്ക് വരാതെ ലീവാക്കണ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വിസ അടിച്ചു തരുമോ? ജോബ് വിസ ആയിരുന്നു. ജോബ് വിസ 2 വർഷം മീന. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. അബുദാബി മീന മാർക്കറ്റിൽ പോർട്ടിനോട് സമീപമായിട്ടുള്ള മീന മാർക്കറ്റ്, അതായത് പോർട്ട് തന്നെയാണ്, ലൈക്ക് പോർട്ടും മാർക്കറ്റും സെയിം തന്നെ, എടുത്തെടുത്ത് തന്നെ. അവിടെ പോയി അന്വേഷിക്കാം. എന്ത് ഞാൻ അവിടെ വിസ അടിച്ചിട്ടുണ്ടോ, 2 വർഷത്തിന് വിസ അടിച്ചിട്ട് പിന്നെ വിസ രണ്ടാമത് അടിച്ചിട്ട് 1 വർഷം നിന്നിട്ട് 1 വർഷം 6 മാസം നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നാട്ടിലോട്ട് വന്നാൽ പിന്നെ രണ്ടാമത് പോയിട്ട് പിന്നെ അപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു. ആ ജോലി എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നാട്ടിലോട്ട് പോകുന്നു. വിസ ക്യാൻസൽ ആക്കിയിട്ട് നാട്ടിലോട്ട് വന്നു. അതിന് രണ്ടാമത് പിന്നെ അങ്ങോട്ടേക്ക് കയറി വേറെ ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറി. പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് 1 മാസം എന്നിട്ട് നാട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് വന്നു. അപ്പോഴാണ് ഫസ്മിനയുടെ ഇത് വന്ന് കല്യാണം കഴിക്കണം പെട്ടെന്ന് ഇതാക്കണമൊക്കെ. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം ഒരു ക്ലിപ്പാണ് കാണിക്കുന്നത്, താങ്കളുടെ ബന്ധു എന്നുള്ള പേരിലൊരു ക്ലിപ്പാണ് കാണിക്കുന്നത്. എൻ്റെ ഏത് ബന്ധു? ഞാൻ സത്യം പറഞ്ഞാൽ ക്ലിപ്പ് കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ എളാപ്പയാണ് ഫസ്മിനാക്ക് മെസ്സേജ് അയക്കണേ. എൻ്റെ ഈ എളാപ്പ അവന് മാത്രം ഫസ്മിനാക്ക് മെസ്സേജ് അയക്കാറുള്ളൂ. ഇനി വേറെ ആരെങ്കിലും അയക്കണമെന്ന് എനിക്കറിയില്ല. അവനായിട്ടാണ് കൂടുതൽ ഇവള് മെസ്സേജ് അയക്കാറ്. കാരണം എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇനി പ്രശ്നമായതിൻ്റെ അടുത്ത് 2 പേർ കോംപ്രമൈസ് മൈൻഡിൽ, പക്ഷെ ഇവള് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള സംഭവത്തിലായപ്പോൾ ഓൻ അങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കല്. ഇവൻ്റെ വോയിസ് ഇല്ലാന്ന് ഓനെന്നെ പറയുന്നത്. പിന്നെ ആരെ വോയിസാണ് ഓള് വിട്ടണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓനോട് അറിയാം എൻ്റെ റിലേറ്റീവ് ആയിട്ട് ഏതെങ്കിലും വിട്ടേക്ക് എനിക്കറിയില്ല. കാരണം എൻ്റെ മാമനൊന്നും ഈ വിഷയത്തിൽ ഇടപെടില്ല, ഇവളെ വിഷയത്തിൽ. അപ്പം എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയുള്ള ആളാണ് ഇവന്. ഉമ്മാൻ്റെ ഫാമിലിയുള്ള ആരും ഈ വിഷയത്തിൽ ഇടപെടില്ല. കാരണം ഇവളെ ക്യാരക്ടർ അങ്ങനെയാണ്, ഇവളെ സ്വഭാവം അങ്ങനെയാണ്. ഇവൾക്കൊന്ന് നല്ലപോലെ ഒന്ന് കോംപ്രമൈസ് ആക്കി നിങ്ങൾ നല്ലപോലെ പെയ്ക്കൂടെ എന്ന് വിളിച്ചു പറഞ്ഞ ആൾക്ക് അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നാളെ യൂട്യൂബ് ചാനലിൽ ലല്ലുവിൻ്റെ വീട്ടുകാർ എന്നെ സ്വാധീനിക്കാൻ നോക്കി എന്ന് പറഞ്ഞ് ഏത് വീട്ടുകാരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നല്ലപോലെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നിർത്തി പോവുക, നല്ലപോലെ നിർത്തി പോവുക. ഏത് വീട്ടുകാരാണെങ്കിൽ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്ന് വിചാരിച്ച് ആ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ റിലേഷനുള്ള ടൈമിൽ എൻ്റെ ഉപ്പ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവത്തില്ല, ഓനക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നിന്നായിട്ട് ഓനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുമില്ല, എനിക്ക് ഇതിന് മുൻപ് റിലേഷൻ ഉണ്ടായിരുന്നു, അത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ എൻ്റെ ഉപ്പ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ റീസൺ എന്ന് വെച്ചാൽ ഒന്നാമതിൻ്റെ ഉപ്പാക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഏജും വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് എൻ്റെ ഉപ്പാക്ക് ഒരു ഉറപ്പില്ല. കാരണം എൻ്റെ പല വിഷയങ്ങൾക്കും ഞാൻ എൻ്റെ കാര്യം ഓപ്പണായിട്ട് പറയാമല്ലോ, എൻ്റെ പല വിഷയങ്ങൾക്കും ഞാൻ ഉപ്പാനോട് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാറില്ല. കാരണം എൻ്റെ ആ ഒരു പ്രായം അങ്ങനെ ആയിരുന്നു, ഞാൻ കടന്നു ലൈക്ക് എൻ്റെ ഒരു പൊട്ടിത്തെറിച്ച ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഉപ്പ എൻ്റെ ഒരു വാക്ക് വിശ്വസിക്കുമ്പോൾ ഉപ്പ 2 ഭാഗം ചിന്തിച്ചിട്ട് വിശ്വസിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും ഓള് പറയുമ്പോൾ അപ്പോൾ വിശ്വസിച്ച് പോകും എൻ്റെ ഉപ്പ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉപ്പാനോട് ഒരുപാട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാഗം ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എൻ്റെ ഉപ്പാക്ക് വന്നിട്ടുണ്ടാവാം. ഇപ്പം എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കും എൻ്റെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ മുൻപ് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവൾ വെച്ചോണ്ട് ചെയ്തിട്ടില്ല എന്ന കാര്യങ്ങൾ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഉപ്പയും എൻ്റെ കൂടെ നിൽക്കണേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി നോക്കി എൻ്റെ അവൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഞാൻ റമദാൻ ഫസ്റ്റ് ഞാൻ വീട്ടിൽ പോയി നിൽക്കില്ല. പിന്നെ അതേമാതിരി എൻ്റെ ഉമ്മ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഉമ്മ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരിച്ച ടൈമിൽ തന്നെ ഇവളെൻ്റെ ഉമ്മാക്ക് മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ ഉമ്മാക്ക് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ കോൾ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്താണ് എൻ്റെ ഉമ്മ സംസാരിക്കണേ. എൻ്റെ ഉമ്മാക്ക് എന്നോടൊരു വ്യക്തിപരമായിട്ടോ ഒരു തരത്തിലും സ്വന്തം മോനാണ് എന്തൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വരയത്തൊരു ഇത് വെച്ചിട്ട് മറ്റുള്ള മാതാപിതാക്കളെ മാതിരിയൊന്നുമല്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ വീട്ടിൽ കയറ്റില്ല. എന്ത് അറാമ്പറപ്പ് കയറ്റിന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് അപ്പം തല്ലി പുറത്താക്കി എൻ്റെ വീട്ടിൽ കയറ്റില്ല. എൻ്റെ വാപ്പ ആളുണ്ടോ ഇതുണ്ടോ നോക്കില്ല, എൻ്റെ വാപ്പൻ്റെ അപ്പം അവിടെ തല്ലും. പക്ഷേ ഇതിൽ എന്നോട് ഇവിടുത്തെ ഇത് നിർത്തിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് പറയാനില്ല. എറണാകുളം താമസം നിർത്തിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോവാത്തത് എനിക്ക് വീട്ടിൽ കയറുന്ന ടൈമിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ റമദാനായതുകൊണ്ട് പൊതുവെ എല്ലാവരും പോകുമല്ലോ വിചാരിച്ചു ഒരു ദിവസം പോയി നിന്നു. അത് 2-3 ദിവസം പോയി നിൽക്കാൻ പോയിട്ടില്ല. കാരണം നിൽക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും ഉമ്മയും പുറത്തേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനിലേക്ക് ആക്കണം. ഞാൻ എത്രമാത്രം നാണം കെടാ, ഞാൻ എന്തോ നാണം കെട്ടോണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ഉപ്പയും ഉമ്മയും ഞാൻ കാരണം തന്നെ നാണം കെട്ട്. അതിൻ്റെ ഉമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചെന്ത് ഒരു പ്രശ്നമില്ല കുഴപ്പമില്ല എന്നൊരു രൂപത്തിൽ ഒരുപാട് കാര്യം അങ്ങനെ നിന്ന്. പക്ഷെ എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലായി, ഉമ്മാക്ക് പുറത്തു പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഇതിൽ തന്നെ ഒരാൾ കോൾ ചെയ്തിട്ട് കേൾപ്പിച്ചേരും ഒരാൾ സംസാരിക്കണേ. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. അന്ന് തന്നെയാണ് ഇവനെ തല്ലണതും. ഇത് രണ്ടും ഒരുമിച്ച് വന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു.